Okay, so how was this week's activities? Etra activity ചെയ്തു എല്ലാരും? Please let me know. Out of 7, എത്ര activities ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് പറയണേ. 5 and 7, okay. What about others? Gauri has given the reply. What about others? ബാക്കി എല്ലാവരും എത്ര എണ്ണൊക്കെ ചെയ്തു? 0 ആണെങ്കിൽ അതും പറഞ്ഞോളൂ. Just inform me. എന്താണ് നിങ്ങളുടെ സ്റ്റേറ്റസ് എന്നുള്ളത് അറിയാനാണ്. Please give me a reply. I've received only 1. Okay, 2. Okay, what about others? ഒരു 5 ആൾക്കാരുടെ റിപ്ലൈ എങ്കിലും എനിക്ക് മിനിമം കിട്ടണം. Okay, I think Anna has said 2 on 7. Okay, what about others? 0 ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതും നിങ്ങൾ മെൻഷൻ ചെയ്തോളൂ. ജസ്റ്റ് നിങ്ങളൊക്കെ ഇത്ര ചെയ്യുന്നുണ്ട്, എന്താണ് സ്റ്റേറ്റസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 0, okay. Just watching only because exam. Okay, okay. Okay, fine, okay. So today we are looking into week 16 review. Week 16, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫൈനൽ വീക്ക് ഒന്നും പുതിയതായിട്ടുള്ളതൊന്നും പഠിച്ചിട്ടില്ല. We've been practicing and reinforcing what we've already learned. ഇവിടെ ഡേറ്റ് കൊടുത്തതിൽ ചെറിയ വ്യത്യാസം വന്നു. 6th November അല്ല, I'm sorry, 6th December 2024. So today we'll be looking into real world application of language skill. നമ്മൾ all 4 skills by now thorough ആക്കിയിട്ടുണ്ട്. That is reading, writing, listening and speaking. ഇതെല്ലാം എങ്ങനെയാണ് ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. Okay, so we are not going to anything new today, just reinforcing and practicing whatever we have learned by now. So today we'll be looking into applying language skills in real world professional context, reinforcing skills in reading, writing, listening, and speaking with practical exercises, and coming to our skills, reading complex text for main ideas, structuring and formalizing written communication, summarizing spoken content, and delivering concise professional verbal responses. ഇതൊക്കെയായിരുന്നു നമ്മൾ ഈ ഒരു വീക്കിൽ കവർ ചെയ്തിട്ടുള്ള മെയിൻ ഫോക്കസ് ഏരിയാസ്. അതിൽ കുറച്ച് ഏരിയാസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ്ലി റീഡിങ് ആൻഡ് ലിസണിങ് ഫോർ കീ പോയിന്റ്സ്. നമ്മൾ അറൌണ്ട് ഒരു 4 to 5 എക്സസൈസ് ഈ ഒരു ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മളൊരു ആർട്ടിക്കിൾ വായിക്കുകയും അതിൽ നിന്ന് മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്യുകയും അതേ ടോപ്പിക്കിൽ തന്നെ നമ്മൾ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുകയും അതിൽ നിന്നും മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്യുകയും ഈ 2 സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ സമ്മറി ഉണ്ടാക്കുക എന്നുള്ളൊരു ആക്ടിവിറ്റി നമ്മൾ അപ് ടു 4 to 5 ടൈംസ് ചെയ്തു. isn't it? സോ ഇതിന്റെ ഒരു ഉദ്ദേശം എന്താണ്? ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ ന്യൂസ് തന്നെ ന്യൂസ് പേപ്പറിൽ വായിക്കാറുണ്ട്, അത് തന്നെ ടി വി ചാനലിൽ ന്യൂസ് ചാനലിൽ നമ്മൾ കാണാറുണ്ട്. ഇത് രണ്ടിൽ നമ്മൾ മറ്റൊരാളുടെ അടുത്ത് ഈ ന്യൂസ് അറിയാത്ത മറ്റൊരാളുടെ അടുത്ത് കൺവേ ചെയ്യുന്ന ടൈമിൽ എങ്ങനെയായിരിക്കും നമ്മൾ പറയുണ്ടാവുക? ഈ 2 സോഴ്സിൽ നിന്നും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇന്നൊരു ന്യൂസ് പേപ്പർ വായിച്ചു എന്ന് വിചാരിക്കാം. പക്ഷെ ആ ന്യൂസ് ഇപ്പോൾ ഐ ഹോപ്പ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ, റീസെന്റ് ആലപ്പുഴയിൽ നടന്ന കാർ ആക്സിഡന്റ്, MBBS ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുടെ. അറിഞ്ഞിരുന്നോ? യെസ്, ഓക്കെ. അതിപ്പോ ഞാൻ ന്യൂസിൽ ഇന്നലെ രാവിലെ നമ്മൾ എല്ലാവരും വായിക്കുന്ന സമയത്ത് 5 മരണങ്ങളായിരുന്നു. പിന്നീടാണ് നമുക്ക് ന്യൂസ് ചാനലിൽ നിന്നാണ് എന്ത് ലഭിച്ചത്? മറ്റൊരു കുട്ടിയും കൂടെ, അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു, ചികിത്സയിൽ ഉണ്ടായിരുന്നു ഒരു കുട്ടി കൂടെ മരണപ്പെട്ടു എന്നുള്ള പിന്നത്തെ ഇൻഫർമേഷൻ നമ്മൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് ന്യൂസ് ചാനലിൽ നിന്നാണ് അല്ലെ. അപ്പൊ അവിടെ കോൺട്രാഡിക്ഷൻ സംഭവിച്ചു. ബിക്കോസ് പിന്നീട് കിട്ടിയിരിക്കുന്നത് ഒരു അപ്ഡേറ്റ് ആണ്. ന്യൂസ് പേപ്പറിൽ 5 മരണമാണ്, ബട്ട് TV ന്യൂസിലേക്ക് വന്നപ്പോൾ നമ്മൾ വൈകുന്നേരം TV ന്യൂസ് കണ്ട സമയത്ത് 6 മരണമായി. നമ്മൾ പിന്നൊരാളുടെ അടുത്ത് പറയുന്ന ടൈമിൽ നമ്മൾ ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തല്ലേ പറയാ. സോ അത് തന്നെയാണ് ഇതിന്റെയും. Yes, total 6 students have passed away. Yes, may their soul rest in peace. Let's pray for them and their families. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു അല്ലേ അത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഡെയിലി ലൈഫിൽ എന്താ ചെയ്തു വരുന്നത്? നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ പല ഇൻഫർമേഷൻസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ ക്രെഡിബിൾ ആയ സോഴ്സസിൽ നിന്ന് മാത്രം ഇൻഫർമേഷൻസ് എടുക്കുക. ദാറ്റ് ഈസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന യു ക്യാൻ റിലൈ ഓൺ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ന്യൂസ് ചാനൽസ്. അതല്ലാതെ നിങ്ങൾ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ കാണുന്ന എല്ലാം അതുപോലെ വിശ്വസിക്കരുത്. ഇഫ് ഇറ്റ് ഈസ് എ ക്രെഡിബിൾ അക്കൗണ്ട്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും തന്നെ വളരെ റിലയബിൾ ആയിട്ടുള്ള ന്യൂസ്
പബ്ലിഷ് ചെയ്യുന്ന ഓരോ അക്കൗണ്ടുകളും ഗ്രൂപ്പുകളുണ്ട്. അതിൽ നിന്ന് കിട്ടുന്നത് നമ്മൾക്ക് ഓക്കെ ഒരു കാലങ്ങളായിട്ട് കൃത്യമായ ഇൻഫർമേഷൻ ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. അതല്ലാതെ എല്ലാ ഇൻഫർമേഷനും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഇൻഫർമേഷൻ എടുക്കുന്ന ടൈമിൽ അതുപോലെ തന്നെയാണ് നമ്മൾ ഗൂഗിളിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുക്കുന്ന ടൈമിൽ ടുഡേ വി ആർ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം വേർ ഐ കൻ പുട്ട് എനിത്തിങ് അപ്പ് ഓൺ ഇന്റർനെറ്റ്. എനിക്ക് ആവശ്യമുള്ള എനിക്ക് ഇഷ്ടമുള്ള എന്തും എനിക്ക് ഇന്റർനെറ്റിൽ ഇടാം. ഓക്കെ. അത് എനിക്കെന്നല്ല നിങ്ങൾക്ക് ആർക്കും നമ്മൾ സ്വന്തമായി എഴുതുന്ന എന്ത് ആർട്ടിക്കിളും നമ്മൾക്ക് എല്ലാവർക്കും ഗൂഗിളിൽ അപ്ലോഡ് ചെയ്യാൻ ഉള്ള സംവിധാനവും സ്വാതന്ത്ര്യവും ഇന്നുണ്ട്. ഓക്കെ. അപ്പൊ ഒരുപാട് ആൾക്കാർ എന്താണത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ എടുക്കുന്ന ടൈമിൽ എന്താണ് വി നീഡ് ടു ബി കെയർഫുൾ. ഇത് റിലയബിൾ ആയിട്ടുള്ളതാണോ? ഇപ്പൊ എന്ത് നോക്കുക, അതിന്റെ കമന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ കമന്റ്സ് നോക്കുക. ഇവർ എത്ര കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ടീമാണ്, എത്ര കൊല്ലമായിട്ട് ഈ ഒരു ഏരിയയിൽ ഉള്ളതാണ് എന്ന് നോക്കുക. അതുപോലെ ഇപ്പൊ ഒരു ആർട്ടിക്കിൾ ഒക്കെ എടുക്കുന്ന സമയത്ത് കണ്ണടച്ചത് കോപ്പി പേസ്റ്റ് ചെയ്യാതെ അതിലെ പോയിന്റ്സ് വായിച്ചിട്ട് ഓക്കെ ഇത് സെൻസിബിൾ ആണോ, ലോജിക്കൽ ആണോ, റാഷണൽ ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. സോ ടുഡേ for an example activity, for a practical exercise here, I'll be reading an article, a very small article on the benefits of flexible work. Okay, the topic I'll be reading is the benefits of flexible work. നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് I need all of you to have a pen and paper with you. Okay, നമ്മൾ ലിസണിങ് സ്കിൽസിൽ പഠിച്ചിട്ടുണ്ടല്ലേ, നോട്ട് ടേക്കിംഗ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് മാത്രം നിങ്ങൾ എടുക്കുക, പോയിന്റ്സ് മാത്രം നോട്ട് ഡൗൺ ചെയ്യുക. കാരണം ഐ നീഡ് ടു ഗെറ്റ് എ സമ്മറി ഫ്രം ഓൾ ഓഫ് യു. നിങ്ങൾ എഴുതി എടുക്കുന്ന ആ പോയിന്റ്സിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്മറി കിട്ടണം. ഓക്കെ. സോ ഞാനിത് വായിക്കുന്ന കംപ്ലീറ്റ് ആർട്ടിക്കിളിന്റെ ഒരു സമ്മറി ഐ നീഡ് ടു ഗെറ്റ് ഇറ്റ് ഇൻ 5 സെന്റൻസ്. ഓക്കെ. പ്ലീസ് സ്റ്റിക്ക് ടു ദ നമ്പർ ഓഫ് സെന്റൻസ്. ഓർ നിങ്ങൾ ചില സമയത്ത് വേർഡ് ലിമിറ്റ് തന്നിട്ടുണ്ടാവും, വി നീഡ് ടു സ്റ്റിക്ക് ടു ഇറ്റ്. സോ ഞാനിവിടെ തരുന്നത് സെന്റൻസുകളാണ്. നമുക്ക് വേർഡ് ലിമിറ്റ് കിട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഫ്രീ എന്ന് പറയുന്നത് സെന്റൻസ് ആണ്. അപ്പൊ എന്താണ്, നമുക്ക് ഈ 5 സെന്റൻസുകളെയും കുറച്ച് ഡെപ്തിൽ കുറച്ച് ലെങ്ത്തിൽ എഴുതിയാലും കുഴപ്പമില്ല, ബിക്കോസ് നമ്മൾക്ക് തന്നിട്ടുള്ളത് സെന്റൻസിന്റെ നമ്പർ ആണ്. ഓക്കെ. സോ ഐ വോണ്ട് ഓൾ ഓഫ് യു. ശ്രീനന്ദ, ഐ ഹോപ്പ് ഐ എം ക്ലിയർ. ബാക്കി എല്ലാവർക്കും ഞാൻ ക്ലിയർ ആണോ? Am I audible to others? Please let me know. Yes, okay. ശ്രീനന്ദയുടെ നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്യട്ടോ. Yeah. So can I start reading? I'll be reading an article on the benefits of flexible work. Okay. So the title should be clear with all of you. The title is The Benefits of Flexible Work. And once again, I'll be reading it only once. ഞാൻ ഒരു തവണ മാത്രമേ വായിക്കുന്നുണ്ടാവുള്ളൂ. I'll be moving at a slow pace. I'll be reading in a clear tone. So please be careful and listen carefully. Be attentive. Okay? Shall I begin? Ready ആണെങ്കിൽ ready no ഒരു thumbs up yes or എന്തെങ്കിലും ഒന്ന് പറയോ? Can I start? And I want all of you to participate. Okay? എനിക്ക് ആകെ ഇവിടെയുള്ള 38 ആൾക്കാരിൽ ഒരു 5-6 പേരിൽ നിന്ന് മാത്രം സമ്മറി കിട്ടാനല്ല, മറിച്ച് I want all 38 of you to give me the summary. Okay? So I am beginning. The benefits of flexible working. Flexible working means being able to work in a way that suits your specific needs. It can offer many benefits, including greater control, less travel, and a better work-life balance. If you're thinking about pursuing flexible working, you'll need to understand the different types available and what they could offer you. In this article, we outline the benefits of flexible working for employers and provide examples of how you might use it in your job. Next subheading, benefits of flexible working for employees. The benefits of flexible working are that it offers you more control over your lifestyle. This may occur in such areas like, firstly, time for family. Many workers have a family which comes with its own set of responsibilities and dilemmas. Parents may need to take their children to and from school,
Some workers need to care for older members or someone with a disability. Traditional 8-hour day contracts may not adhere to these needs. Flexible working makes it possible to meet family needs while still having a good job. Remote working opportunities means careers can be on call for loved ones who need their help during the day. Flexible start and finish times let parents fit their work around school runs. Flexible working makes it much easier for you to accept jobs without disrupting your lifestyle. In addition, this can boost your well-being. Secondly, increase control of time. To maintain your well-being, it is important to feel in control. Some may feel a loss of control when they have a strict job contract that dictates every minute of their working day. Opting for a non-traditional job where hours don't follow a set time can help with increasing your control of personal time. Flexible working can give back this control and offer you the chance to work in a way that suits your individual needs. Employees who work flexibly can structure their day themselves, which encourages autonomy and creates a sense of respect between employers and employees. Personal third point, personal preferences. Everyone has different energy cycles that dictate when they work best. Some have more energy in the early hours of the day, while others feel an energy peak in the afternoon or evening. Traditional 9 to 5 jobs may not suit individual energy cycles, meaning many employees may try to force productivity during hours that simply aren't right for them. And final point, saving money. If you no longer need to travel to work, you might save money. This may save on petrol if you previously drove to work, or public transport costs if you previously took a bus or train. This can represent a significant saving if you previously commuted some distance to a work in a large city. The cost saved on transport could offset any additional energy costs associated with greater time spent at home, although this depends on your usage. So that's it. I am done with my part. I'll give you 2 minutes. You can prepare your summary and send it in the chat box. Okay, you need to type and send it. Please note the point, your summary should not exceed 5 sentences. It is 8:16. You can send your summaries by 8:18. Also try to include advanced vocabularies we've been discussing in previous days, like phrasal verbs, collocations, advanced technical terms. I hope all of you are working on it. Okay, Nanishwari, I think you can follow from the next exercise because your exercise ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിട്ട് നിങ്ങളത് സമ്മറൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ ആ ആർട്ടിക്കിൾ ഞാൻ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. ഇനിയും ഞാൻ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ബിറ്റ് ടൈം കൺസ്യൂമിങ്. Okay, so your session ശേഷം the recorded session will be available. You can either go through it or follow from the next exercise onwards. Okay. 3 minutes ആയല്ലോ. I didn't get any summaries. Please make it fast. 3 minutes ഒക്കെ മതിയല്ലോ. ഓൾറെഡി നമ്മൾ പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആ നോട്ട് ഡൗൺ ചെയ്ത പോയിന്റ്സ് സമ്മറി ഉണ്ടാക്കാൻ ഈ ടൈം മതിയല്ലോ. And it was a very simple topic. I'm still waiting. നിങ്ങളാരും ചെയ്യുന്നില്ലേ? What happened? What's wrong? Do you need any help? എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. Why is there a delay?
Summaries prepare ചെയ്യുന്നുണ്ടോ? I need to get an update. ആരെങ്കിലും അതിൽ work ചെയ്യുന്നുണ്ടോ? Or am I simply waiting here? Please let me know. Okay, Sneha. Okay. Okay. So it's been around 6 to 7 minutes. Please speed up. It is important to work within deadlines. Okay, we've got our first summary. Flexible work gives better life balance. Other benefits of flexible work are more control on work life, time for family, increased productivity, and saves money. This is a fine one, Suraj. ഇത് okay ആണ്. പക്ഷേ നമ്മൾക്ക് ഇവിടെ 5 സെന്റൻസ് എന്ന ലിമിറ്റ് ഉണ്ടായിരുന്നു. So you could have made use of it. ഇതിലിപ്പോ എന്താണ് നമുക്ക് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഒരു 2 സെന്റൻസ് സമ്മറി തരാൻ പറയായിരുന്നെങ്കിൽ ദിസ് വുഡ് ബി റൈറ്റ്. But since there is a space for 5 sentences and you've utilized only 2, it talks about, it endana, so you could have made it, the article talks about. It talks about the merit and demerits of flexible working. No, I haven't talked about demerits. It provide remote working opportunity, boost well-being, and also talk about forced opportunity. Avada last sentence and which starting in the avashyam illayarnu. You could club it with the second sentence. And Anjumim, you haven't made use of the 5 sentences. ഞാൻ 5 sentence എന്ന space തന്നത് യൂസ് ചെയ്തിട്ടില്ല. You can still improve it. കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും നമ്മൾക്ക്. നിങ്ങൾ അയച്ചിരിക്കുന്നൊന്നും തെറ്റല്ല, പക്ഷെ ഒരു കോംപ്രിഹെൻസീവ് സമ്മറി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. Shall I move on to next slide? ഇനി ആരെങ്കിലും ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ഇനി I mean like we already spent around 10 minutes for it. So I think I'll move on to next. Can I? Or yes or no tero? Shall I move on to next slide? Yes. Okay. This is really disappointing. ഇവിടെ 50 ആൾക്കാരുള്ളതിൽ വെറും 2 സമ്മറി മാത്രം റിസീവ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. Okay, I've got summary from Srinanda. Flexible work is flexible work is benefit എന്ന് പറയില്ല. Flexible work benefits അല്ലെങ്കിൽ is beneficial എന്ന് പറയാം, is benefit എന്ന് പറയില്ല കേട്ടോ. Flexible work is beneficial for everyone. Cause alla because എന്ന് add ചെയ്യണം, because it really help us to take us as a priority. Take us as a priority എന്നുള്ളൊരു യൂസേജ് is not really right. അതൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഫോർമൽ സെറ്റപ്പിൽ പറയാൻ പറ്റില്ല. Help us to self prioritize. Okay, take us as a priority നെ നമുക്ക് എന്ത് വെച്ചിട്ട് alternate word എന്ത് യൂസ് ചെയ്യാം? Help us to self prioritize എന്ന് കൊടുക്കാം. When we can't meet the traditional 9 to 5 job schedule due to our energy levels, it may cause deep stress and anxiety in us. But flexible work allows us to leisurely do our work and keep our productivity increased by focusing on ourselves rather than the stressful work environment. Okay. This feels a better one than the other two. Okay. ഞാൻ ഇവിടെ കമ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു ഇത് മാത്രം തന്നത് എല്ലാവർക്കും ഒരു ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതല്ലാതെ ബാക്കിയുള്ളവർ എഴുതിയത് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. ബിക്കോസ് എവിടെയും എന്താണ് സ്റ്റിൽ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ് ഉണ്ട്, കാരണം നമ്മൾ 5 സെന്റൻസിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ മെയിൻ പോയിന്റ്സ് ഇവിടെ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സേവിങ് മണി, പേഴ്സണൽ പ്രിഫറൻസസ്, ഇൻക്രീസ് കൺട്രോൾ ഓഫ് ടൈം എന്നുള്ള ഒരു മെയിൻ പോയിന്റ്സ് 4 മെയിൻ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞതായിരുന്നില്ലേ, അത് ആരും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ നിങ്ങൾ നോട്ട് ടേക്കിംഗ് ചെയ്യുന്ന ടൈമിൽ തന്നെ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. മെയിൻ ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഓരോ പോയിന്റ്സ് പറയുന്ന സമയത്ത് ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്, ഫോർത്ത് അങ്ങനെ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് തന്നെയായിരുന്നു പറഞ്ഞത്. ഓക്കെ, യെസ്. ഓക്കെ ശ്രീ. ഓക്കെ, ഗൗരി ഹാസ് ഓൾസോ ഗിവൻ ദി ആർട്ടിക്കിൾ ഇസ്. ഇനി ആരും അയക്കേണ്ടതില്ല കേട്ടോ. we've already spent 15 minutes on this, so I don't want any more summaries. Okay, we'll be moving on to next after Gauri's summary. The article is about the benefits of flexible working. It deals with the benefits of remote working from the point of both employees and employers. For employees, it offers more control on lifestyles, accepting jobs
ആക്സെപ്റ്റിംഗ് ജോബ്സ് വിത്തൗട്ട് ഡിസ്റപ്റ്റിംഗ് ലൈഫ് എന്നല്ലേ, അവർ വിത്തൗട്ട് അവിടെ മിസ്സായിക്കുന്നത് കൊണ്ട് തന്നെ അർത്ഥം മാറും. ആക്സെപ്റ്റിംഗ് ജോബ്സ് ഡിസ്റപ്റ്റിംഗ് ലൈഫ് അല്ലല്ലോ, വിത്തൗട്ട് ഡിസ്റപ്റ്റിംഗ് ലൈഫ് ആൻഡ് എൻകറേജിംഗ് ഓട്ടോണമി, പേഴ്സണൽ പ്രിഫറൻസ് ആൻഡ് സേവിംഗ് മണി. ഓക്കെ ഗൗരി, ഇറ്റ്സ് എ ഗുഡ് വൺ ബട്ട് സ്റ്റിൽ യു കുഡ് ഇംപ്രൂവ്. ഓക്കെ, നമ്മൾ ആ ഒരു 5 സെന്റൻസ് എന്നത് ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു 5 സെന്റൻസ് കൊടുക്കുന്ന ടൈമിൽ എന്താണ്, നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഇസ് റൈറ്റിംഗ് ഇൻ പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റ്. ഇവിടെ ജസ്റ്റ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമ്മളിങ്ങനെ സമ്മറീസ് എഴുതുന്ന ടൈമിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഓക്കെ, എത്ര ചെറിയ സമ്മറി ആണെന്നുണ്ടെങ്കിലും ആ മെയിൻ പോയിന്റ്സ് അതിൽ നോട്ട് ചെയ്യും, മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. വിച്ച് ഓൾ ഓഫ് യു ഹാവ് മിസ്ഡ് ഇറ്റ് ഔട്ട് ഹിയർ. ഓക്കെ, അതിനിപ്പോ ഒരു സിമ്പിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷനിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ 2 or 3 സോഴ്സ് ഓഫ് ഇൻഫർമേഷനിൽ നിന്നാവട്ടെ. ഇടയ്ക്ക് നമ്മൾ 2 സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുന്നത് ഒരു റിട്ടൺ സോഴ്സും ഒരു ഓഡിയോ സോഴ്സും ആവണം എന്നില്ല. ഇടയ്ക്ക് നമ്മൾക്കൊരു കോംപ്രിഹെൻസീവ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന ടൈമിൽ ഒരേ ടോപ്പിക്കിനെ കുറിച്ച് തന്നെ വി മൈറ്റ് റെഫർ 3 or 4 ആർട്ടിക്കിൾസ്. അവിടെ എന്താണ്, നമുക്കൊരു റിട്ടൺ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി റിലൈ ചെയ്യുന്നത്, ബട്ട് വി ആർ റിലൈങ് ഓൺ 3 to 4 ആർട്ടിക്കിൾസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്ന ടൈമിലും എല്ലാ ആർട്ടിക്കിൾസിലെയും മെയിൻ പോയിന്റ്സ് അഡ്രസ്ഡ് ആയിരിക്കണം. ഓക്കെ, യാ. ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ ഒരു ഫോർമൽ സമ്മറി റൈറ്റിംഗ് എല്ലാവരും ഇനിയും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. യു നീഡ് ടു സ്പെൻഡ് മോർ ടൈം ഓൺ ഇറ്റ്. നെക്സ്റ്റ് ഇസ് റൈറ്റിംഗ് ഇൻ പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റ്. സോ we've been practicing structuring formal emails, reports and summaries. And നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്ട്രക്ചർ എന്ന് പറയുന്നത് we need to always start with an introduction, body and conclusion. ഫോർമൽ ഇമെയിൽസിലേക്ക് വരുന്ന ടൈമിൽ സബ്ജക്ട് ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർട്ട് വിത്ത് സാലറ്റേഷൻ, അതായത് ഗ്രീറ്റിംഗ്സ്, ഗുഡ് മോർണിംഗ് എന്നിങ്ങനെയുള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, സബ്ജക്ട് ലൈൻ. ആൻഡ് ഏതൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയാലും കീപ് ഇറ്റ് as ഷോർട്ട് as you can. ഓക്കെ, എത്രയും കോൺസൈസ് ആക്കാൻ കഴിയും, എത്രയും ക്രിസ്പ് ആവാൻ പറ്റും, നിങ്ങൾ അത്രയും ഷോർട്ട് ആക്കുക. ഓക്കെ, അതായത് ഒരേ കാര്യം നമുക്ക് 2 സെന്റൻസിൽ പറയാം, ഒരു സെന്റൻസിലും പറയാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു സെന്റൻസിൽ നിങ്ങൾ പറയുക. ഓക്കെ, ദെൻ മേക്ക് ഷുവർ യു യൂസ് ഫോർമൽ ലാംഗ്വേജ് ആൻഡ് ക്ലിയർ സ്ട്രക്ചർ ടു എൻഹാൻസ് പ്രൊഫഷണലിസം ആൻഡ് റീഡബിലിറ്റി. ഫോർമൽ ഒരു ലാംഗ്വേജിന്റെ ഫോർമാലിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമ്മൾക്ക് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇഡിയംസ് ഒക്കെ ആഡ് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യണം, യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇസ് എൻ ഇഡിയം യൂസ്ഡ് ഇൻ എ ഫോർമൽ സെറ്റിംഗ്. ഓക്കെ, സോ ഇവിടെ there is another activity. ഞാൻ ഒരു മീറ്റിംഗ് അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, സോ ദ മീറ്റിംഗ് ഇസ് ആക്ച്വലി ഓൺ ഇപ്പോൾ ഉള്ള കറന്റ് വർക്കിംഗ് സ്റ്റൈലിൽ നിന്ന് റിമോട്ട് വർക്കിലേക്ക് മാറ്റണോ എന്നുള്ളതാണ് ഈ ഒരു മീറ്റിംഗിന്റെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് എ മീറ്റിംഗ്. അപ്പൊ ഇവിടെയും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 5 സെന്റൻസിൽ ഇത് സമ്മറൈസ് ചെയ്യുക. സോ ഈ 5 സെന്റൻസിൽ സമ്മറൈസ് ചെയ്യാൻ പറയുന്ന ടൈമിൽ ഡോണ്ട് പ്രിഫർ ടു റൈറ്റ് ഇൻ ബുള്ളറ്റ് പോയിന്റ്സ്. ഇവിടെ ഈ ഒരു കംപ്ലീറ്റ് മീറ്റിംഗ് സമ്മറി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കണ്ടോ, ബുള്ളറ്റ് പോയിന്റ്സിലാണ്. പക്ഷെ ഈ ഒരു 5 സെന്റൻസ്, ഈ ബുള്ളറ്റ് പോയിന്റ്സ് എന്ന് 5 സെന്റൻസ് ആക്കാൻ പറയുന്നത് നമുക്ക് അത്ര ഈസിലി അല്ലെങ്കിൽ അത്ര ഫീസിബിൾ ആയിരിക്കില്ല, ബിക്കോസ് ഒരുപാട് പോയിന്റ്സ് മിസ് ഔട്ട് ചെയ്യും. അപ്പൊ കുറച്ചുകൂടെ കോംപ്രിഹെൻസീവ് ആയിട്ട് ഇത് എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊരു പാരഗ്രാഫ് രൂപത്തിൽ എഴുതുക. ഓക്കെ, സോ നമുക്ക് ഇവിടെ 5 സബ് ഹെഡിങ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഞാൻ 5 സെന്റൻസ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്താണ്, ഓരോ പോയിന്റിൽ നിന്നും ഓരോ സെന്റൻസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഫ്രെയിം ചെയ്യാം. ഓക്കെ, സോ ഇത് ഞാൻ വായിക്കുന്നില്ല. once you're done with the first slide, please let me know. 2 minutes തരുള്ളൂ കേട്ടോ പെർ സ്ലൈഡ്. ഇറ്റ് ഇസ് 8:31. 8:33 ഞാൻ ഈ സ്ലൈഡ് മാറ്റും. ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ മെയിൻ പോയിന്റ്സ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തെടുക്കും. ആൻഡ് ഒരു കാര്യം നോട്ടീസ് ചെയ്യുക, ഇത് ആർട്ടിക്കിൾ സമ്മറി അല്ല, ദിസ് ഇസ് എ മീറ്റിംഗ് സമ്മറി. ഓക്കെ, ഒരു മീറ്റിംഗ് സമ്മറി ആണ് ഞാനിവിടെ, മീറ്റിംഗിന്റെ അപ്ഡേറ്റ് ആണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ മീറ്റിംഗിന്റെ പോയിന്റ്സിന് ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്യുന്നതിന് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് എന്ന് പറയും. ഓക്കെ, സോ ഐ ഹവ് ഗിവൻ ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഹിയർ. അത് നിങ്ങളൊരു 5 സെന്റൻസിൽ ഈ ഒരു കംപ്ലീറ്റ് മീറ്റിംഗിനെ നിങ്ങൾ സമ്മറൈസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ദർ ഇസ് വൺ മോർ സ്ലൈഡ്. പ്ലീസ് ഗോ ത്രൂ ദ ഫസ്റ്റ് സ്ലൈഡ് ആസ് സൂൺ ആസ് പോസിബിൾ. നിങ്ങൾ ഇത് സ്ലൈഡ് കഴിയുന്ന ടൈമിൽ എനിക്ക് ചാറ്റ് ബോക്സിൽ ഒരു തംസ് അപ്പ് തരണേ. Can I move to the next slide? Please give me a reply.
Okay. Take another 2 minutes for the slide. Neha, are you a new student? Sneha ആണോ നേരത്തെ ഫസ്റ്റ് ക്ലാസ് ആണെന്ന് പറഞ്ഞത്? Okay. To all the new joinees here, നമ്മളുടെ EEP അഥവാ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു 150-day പ്രോഗ്രാം ആണ്. ഓക്കെ. സോ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളുടെ ഒരു 115 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ തന്നെ ലേൺ വൈസ് ആപ്പിൽ തന്നെ ഡേ 1 തൊട്ടുള്ള എല്ലാം അവൈലബിൾ ആണ്. എല്ലാ ടാസ്കുകളും അവൈലബിൾ ആണ്. യു ക്യാൻ റെഫർ ടു ഇറ്റ് ആൻഡ് ദെൻ ജോയിൻ ദ ലൈവ് ക്ലാസ്സസ്. ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ ഇഫ് യു വെയിറ്റ് ഫോർ അനദർ മന്ത് ഒരു 1.5 months നമ്മളിത് വീണ്ടും ഡേ 1 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. നമ്മളിത് ഇന്ന് തുടങ്ങിയ ഒരു ക്ലാസ് അല്ല, ദിസ് ഇസ് എ കണ്ടിന്യൂറ്റി. നിങ്ങളിപ്പോ ഇന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ മനസ്സിലാവാത്തത്. ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്, സ്നേഹ. ഓക്കെ. സോ ഇതിന്റെ ഒരു 5-sentence summary. Can you all please work on it? I hope you're working on it. Previous slide ആക്കണം എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. I'll also do it. And നിങ്ങൾക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് I've made it into 5 points. So each point ഒരു sentence ആക്കാം. Again start ചെയ്യുമ്പോൾ അറിയിക്കുമോ through mentors. Okay, so you can connect it with your mentor. Okay. ഞാൻ ഇവിടുത്തെ നിങ്ങളുടെ EEP faculty മാത്രമാണ്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മെന്റേഴ്സ് ആയിട്ട് കണക്ഷൻ ഇല്ല. സോ നിങ്ങളുടെ മെന്ററിന്റെ അടുത്ത് തന്നെ ഒന്ന് അത് അറിയിക്കുക കേട്ടോ. സന്ദീപ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? I didn't get you. Okay. Yes, I've read it somewhere. Roger, that is something. I think it's a military usage. Am I right, Roger? I mean, sorry, Sandeep. Roger, that in the use in the military usage, ano? Yes. Okay. I mean, I've heard it somewhere, but I was not clear of it. Okay, thank you. Previous page, yeah. Please make it fast. നമുക്ക് ഇനിയും കുറച്ചുകൂടെ സ്ലൈഡ്സ് കവർ ചെയ്യാനുണ്ട്. നമ്മൾ ഈ ഒരു പേസിൽ പോയാൽ പോരാട്ടോ. ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് ഇത് 2 minutes വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. കാരണം ഞാനിപ്പോ ഇവിടെ ഒരു പ്രാക്ടിക്കൽ എക്സസൈസ് വെച്ചിരിക്കുന്നത് ഇതേ കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ്ലി ഒരു 4 or 5 എക്സസൈസിൽ ചെയ്തതാണ്. സോ ഇതിന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ആരും ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണോ? നമ്മൾ ഫ്രം ദ ബിഗിനിങ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അതൊന്നും റെഫർ ചെയ്യാതെ നമ്മളുടെ ഈ ഒരു വീക്ക്ലി സെഷനിൽ മാത്രം കയറുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏത് എക്സ്റ്റെന്റ് വരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിൽ ഐ എം റിയലി ഡൗട്ട്ഫുൾ. ഓക്കെ. കാരണം നമ്മളുടെ ഈ ഒരു ഡെയിലി ടാസ്കുകൾ ഒരു വീക്കിലത്തെ മുഴുവൻ ടാസ്കുകളാണ് നമ്മൾ ഈ ഒരു ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊരു ഐഡിയ ഉള്ളവർക്ക് മാത്രമായിരിക്കും ഈ ഒരു സെഷനിൽ കംപ്ലീറ്റ് ആക്റ്റീവ് ആവാനും ഈ ഒരു സെഷനെ കൃത്യമായി ഉപയോഗിക്കാനും പറ്റുള്ളൂ. നിങ്ങൾ ഈ വീക്കിൽ ആക്ടിവിറ്റീസ് ചെയ്യാതെ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അല്ലെങ്കിൽ റിലേറ്റഡ് ടു ദിസ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവില്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ഉള്ള സ്ഥലങ്ങളിലല്ലേ നമുക്ക് ചെറിയ ഡൗട്ട്സ് വരിക. യു ആർ അൺഅവെയർ ഓഫ് ഇറ്റ്. ഓക്കെ. ആരെങ്കിലും ഇതിന്റെ സമ്മറിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഷുഡ് ഐ വെയിറ്റ് ഫോർ ഇറ്റ്? വർക്ക് ചെയ്യുന്നുണ്ടോ? പ്ലീസ് ഗിവ് മീ യെസ് ഓർ നോ. ആർ യു ഓൾ വർക്കിംഗ് ഓൺ ഇറ്റ്? യെസ്. ഓക്കെ. Please make it fast, my dears. കാരണം ഇവിടെ ഓൾറെഡി പോയിന്റ്സ് ഗിവൺ ആണ്. അതിന് നിങ്ങൾ ഓരോ പോയിന്റിനും ഓരോ സെന്റൻസ് ഫ്രെയിം ചെയ്യുക എന്നതേ ഉള്ളൂ ഇവിടെ. If you want me to shift the slide or change the slide, you can ask me to. I'm still waiting. Please make it fast. Okay, we've got our first summary here. The meeting updates a strong flexibility in working arrangements by effective cost saving and hire talent from different areas. The meeting updates a strong flexibility in work arrangements by effective cost saving and hire talent from different areas. The first sentence in the missing undalo Devnanda, the meeting updates a strong flexibility in the parayillo. You can change it by the meeting update focuses അല്ലെങ്കിൽ
the meeting update conveys that അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാം. The meeting updates എന്ന് പറയില്ല കേട്ടോ. Although it challenges in maintaining company culture, employee engagement and other issues, it can be overcome by using new and improved technology. It also suggests to pilot remote work to assess the impact on our activity. Moreover, it considers financial security. Okay. Yeah, it's fine. It's a fine one. Okay. ഇവിടെ എനിക്ക് നിങ്ങൾ ചെയ്യണം എന്നുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. നമ്മൾ ഇത്രയും ക്രിസ്പായിട്ട് വരുന്ന ടൈമിൽ ഈ ആൾക്കാരുടെ പേരുകൾ റിമൂവ് ചെയ്യാന്നുള്ളത്. ദാറ്റ് ഈസ് ഇതിലിപ്പോ സമന്ത ഡിസ്കസ്ഡ്, ഡേവിഡ് റിവ്യൂഡ് എന്നുള്ള പേരുകൾ റിമൂവ് ചെയ്യാന്നുള്ളത്. വെരി ഗുഡ്. പക്ഷെ നമുക്ക് 5 സെന്റൻസ് എന്നുള്ള കൗണ്ടുള്ള ടൈമിൽ എന്താണ് ഇതിൽ ഓരോ സെന്റൻസുകൾ കുറച്ചും കൂടെ ഡെപ്തിൽ പറയായിരുന്നു. ഈ ലാസ്റ്റ് മോർ ഓവർ ഇറ്റ് കൺസിഡേഴ്സ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്നുള്ളതിന് ഇത്രയും കൂടെ ഡെപ്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു ദേവ്നന്ദ. Is anyone else preparing? Can I move on to next slide? Okay, Gauri has given. ഇനിയിപ്പോ ഇതുവരെ ആരും ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് തുടങ്ങണ്ട കേട്ടോ. We'll be moving on to next slide soon after discussing Gauri's. The given text is the minute of the meeting. 3 members give suggestions. The first suggestion is an overview of the current hybrid work model. The benefits of hybrid work: increased satisfaction, cost savings, increased satisfaction. അവിടെ ഒരു കോമ മിസ് ഔട്ട് ആയിട്ടില്ല. ഇൻക്രീസ്ഡ് സാറ്റിസ്ഫാക്ഷൻ കോമ കഴിഞ്ഞിട്ട് വേണം കേട്ടോ. കോസ്റ്റ് സേവിങ്സ് അല്ലാതെ നമ്മളിങ്ങനെ വായിക്കുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല എന്താണെന്ന്. ദ സെക്കൻഡ് സജഷൻ വാസ്, ആൻഡ് ഓരോ സെന്റൻസ് കഴിയുന്നതിന്റെ ഇടയിൽ ഇപ്പോ ഈ സെക്കൻഡ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് സജഷൻസിന്റെ കോമ കഴിഞ്ഞിട്ട് ദ ഫസ്റ്റ് സജഷൻ അവിടെ ദ ക്യാപിറ്റൽ വേണ്ടായിരുന്നു. കാരണം എന്താണ്, അവിടെ പുതിയ സെന്റൻസ് അല്ല. ഓക്കെ, പക്ഷെ ഇവിടെ ദ സെക്കൻഡ് സജഷൻ അത് ന്യൂ സെന്റൻസ് ആണ്, അവിടെ ക്യാപിറ്റൽ യൂസ് ചെയ്യണമായിരുന്നു. ഓക്കെ, പങ്ക്ച്വേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. The second suggestion was maintaining team cohesion and engagement along with employee motive. And the third suggestion was financial implications. Okay. ഞാൻ നിങ്ങൾക്ക് തന്നിരുന്ന ഒരു ഹിന്റ് എന്ന് പറയുന്നത് ഓരോ പോയിന്റിന് സമ്മറൈസ് ചെയ്യുക എന്നതായിരുന്നു. But this is fine. കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് എന്തായിരുന്നു, പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദ റിമോട്ട് വർക്ക് were discussed എന്നുള്ളൊരു പോയിന്റ് കൊടുക്കായിരുന്നു അവിടെ. The first sentence can be like, current model was reviewed and pros and cons of remote work was discussed. എന്നുള്ളൊരു സെന്റൻസിൽ തന്നെ എന്താണ് നമ്മൾക്ക് ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ് കവർ ചെയ്യാൻ പറ്റി. കറന്റ് വർക്ക് മോഡൽ വാസ് റിവ്യൂഡ്, highlighting its success and challenges, and pros and cons of remote work were also discussed. Okay, ഈ രീതിയിൽ കൊടുക്കായിരുന്നു. Yeah, that's okay. അപ്പൊ നിങ്ങൾ ഈ സമ്മറൈസിംഗിൽ ഇനിയും വർക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. എനിക്കങ്ങനെ നിങ്ങളുടെ നിന്ന് യൂഷ്വലി കിട്ടാറുള്ള ഒരു സാറ്റിസ്ഫാക്ടറി റിപ്ലൈസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്കിപ്പോ ഇവിടുത്തെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുടെ ഒരു കോമൺ ഫീഡ്ബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്, യു പീപ്പിൾ ആർ ഗുഡ് ഇൻ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഇൻ MCQs വെൻ കമ്മിങ് ടു ഗ്രാമർ. നമ്മൾ ഗ്രാമർ ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്ന ടൈമിൽ നിങ്ങളെല്ലാം വളരെയധികം ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ നമുക്ക് റിയൽ ലൈഫിൽ MCQs അല്ലല്ലോ ഉണ്ടാവുക. റിയൽ ലൈഫിൽ ഇതുപോലത്തെ കാര്യങ്ങളല്ലേ ഉണ്ടാവുക. സോ you all of you need to work more on it. Okay. And I'm very grateful to Devnanda and Gauri for sending your summary. Okay. Finally, ഒരാളും കൂടെ അയച്ചിട്ടുണ്ട്. ഇനി ആരും അയക്കേണ്ടതില്ല കേട്ടോ. ദേവപ്രിയയുടെയും കൂടെ വായിച്ചിട്ട് will stop. Current work is on hybrid model. It provides employee feedback for flexible working arrangements. It has many merits and demerits. Merits like increased employee satisfaction, flexibility to hire talent, cost savings in office space. Demerits like challenges in managing culture and concern related to our productivity, communication, and collaboration issue. IT department can provide support for transition, but additional budget may be needed for new tool. Okay, Devpriya. This is also a good summary. പക്ഷെ എന്താണ് ഇവിടെ അപ്പോഴും എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടില്ല. ഇവിടെ ശരിക്കും ഈ 5 പോയിന്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ പോയിന്റും കവർ ചെയ്ത് പോവായിരുന്നു. ഇവിടെ ആരും ഈ ഒരു 5 പോയിന്റും കവർ ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, കഴിഞ്ഞിട്ടില്ല. ഓക്കെ, യു ക്യാൻ വർക്ക് ഓൺ ഇറ്റ് ലേറ്റർ. ഓക്കെ, വി ഹവ് ക്രോസ്ഡ് ആർ ടൈം. നമ്മൾ നല്ലോണം ടൈം ഇതിൽ ഇപ്പോൾ അറൌണ്ട് ഒരു 20 മിനിറ്റ്സ് ഇതിൽ സ്പെൻഡ് ചെയ്തു. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒന്ന് ഇങ്ങനത്തെ, അതായത് ദിസ് വാസ് എൻ ഈസി ടാസ്ക്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഇതിന് എത്ര ടൈം എടുക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയായിരുന്നു ഇവിടെ അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
പക്ഷെ എന്താണ് പ്രാക്ടീസ് കുറവ് കാരണമാണ് നിങ്ങൾക്ക് ഇത്രയും സമയം എടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇസ് ഡെലിവറിങ് സ്ട്രക്ചർഡ് പ്രസന്റേഷൻസ് ആൻഡ് റെസ്പോൺസസ്. നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങളിലാവട്ടെ, അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിലാവട്ടെ, നമ്മുടെ കരിയർ പോയിന്റ് ഓഫ് വ്യൂവിലാവട്ടെ, ഇന്ന് പ്രസന്റേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിലും ഇവിടെ പ്രസന്റേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. സോ ഓൾവേസ് പ്രസന്റേഷൻസ് ഷുഡ് ഹാവ് ഇൻട്രൊഡക്ഷൻ, മെയിൻ പോയിന്റ്സ് ആൻഡ് കൺക്ലൂഷൻ. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ ഇപിയുടെ പ്രസന്റേഷൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കറക്റ്റ് സ്ട്രക്ചർ കിട്ടില്ലേ. കാരണം എന്താണ്, ഇൻട്രൊഡക്ഷൻ നമ്മൾ ബിഗിൻ ചെയ്യുന്ന എങ്ങനെയാണ്, ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് അല്ലെ, ഓവർവ്യൂ, കോണ്ടന്റ് എന്തൊക്കെയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ബോഡിയിലേക്ക് വരുന്ന ടൈമിൽ ഓരോ പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഫൈനലിലേക്ക് വരുമ്പോൾ ഒരു പ്രിവ്യൂ, അതുപോലെ ക്ലോസിംഗ് റീമാർക്സ് ആൻഡ് വൈൻഡിങ് അപ്പ്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ പ്രസന്റേഷൻസും സ്ട്രക്ചർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എല്ലാ പ്രസന്റേഷൻസിലും ക്വസ്റ്റൻ ആൻസർ സെഷനുള്ള ടൈം ഉണ്ടായിരിക്കണം. ആൻഡ് ക്വസ്റ്റൻ ആൻസർ സെഷൻസ് കോൺഫിഡന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. അത് കോൺഫിഡന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലാംഗ്വേജിൽ ഫ്ലുവന്റ് ആയിരിക്കണം. നമ്മൾ എന്ത് ടോപ്പിക്കിലാണോ പ്രസന്റേഷൻ നടത്തിയിട്ടുള്ളത് ആ ടോപ്പിക്കിലും നമ്മൾ ഫ്ലുവന്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ ക്വസ്റ്റൻ ആൻസർ സെഷൻസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ റിപ്ലൈസ് കൊടുക്കേണ്ടതില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഒരു 1.5 hour സെഷന്റെ ഒരു ക്വസ്റ്റൻ 1.5 സെഷന്റെ ഒരു പ്രസന്റേഷൻ, 1.5 hour നീണ്ടു നിന്ന് ഒരു പ്രസന്റേഷന്റെ ക്വസ്റ്റൻ ആൻസർ സെഷൻ ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ ആ ക്വസ്റ്റൻ ആൻസർ സെഷനിൽ വീണ്ടും ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റന് നിങ്ങൾ അരമണിക്കൂർ എടുത്ത് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. മറിച്ച് ബി പ്രിസൈസ്. ഓക്കെ, ജസ്റ്റ് ടു ദ പോയിന്റ് മാത്രം നിങ്ങൾ റിപ്ലൈ കൊടുത്താൽ മതി. ഓക്കെ, സോ a tip given here is stay focused on key points, speak clearly and use visual aids wherever possible to support main ideas. Okay. ഇവിടെ ഒരു പ്രാക്ടിക്കൽ എക്സസൈസും കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് നിങ്ങളിവിടെ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുകയാണ്, വാട്ട് ഡു യു പ്രിഫർ, റിമോട്ട് വർക്ക് ഓർ ഓഫീസ് വർക്ക്? റിമോട്ട്, അതായത് വർക്ക് ഫ്രം ഹോം ആണോ വർക്ക് ഫ്രം ഓഫീസ് ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ആൻഡ് വൈ ഡു യു പ്രിഫർ ഇറ്റ്? അതായത് നിങ്ങളുടെ ആ ഒരു പോയിന്റിന് നിങ്ങളൊരു സപ്പോർട്ടിംഗ് പോയിന്റ് കൂടി ഉണ്ടായിരിക്കണം. ഓക്കെ, സോ യു ക്യാൻ സ്റ്റാർട്ട് റിപ്ലൈങ്. മൈ ക്വസ്റ്റ്യൻ ഇസ് ദിസ്: what do you prefer, work from office or work from home? If so, why? നിങ്ങളുടെ ആൻസർ ഏതു ആവാം, എന്തുകൊണ്ട് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. So give me a response to my question and it should have the answer I support so and so and why എന്നുള്ള question കൂടെ answered ആയിട്ടുണ്ട്. Please make it fast. ഒരു സെന്റൻസ് ഞാൻ ചോദിച്ചിട്ടുള്ളത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Okay, I'm happy. Replies kittunnundu. Anand, my question was, what do you prefer? So you can begin your answer by I prefer work from office ennalla, I prefer work from office ennolla kodukka, because if we need some doubt clarification we can do it at the particular time period. Okay, I prefer work from home. Okay, Afia has given our starting adana to correct. I prefer work from home. As a woman, I can balance my family and work life. Okay. Thank you, Afia, and thank you, Anand. Thank you so much for your reply. Okay. ഇനി ആരും ഇതിന് റിപ്ലൈ അയക്കേണ്ടില്ല കേട്ടോ, കാരണം നമ്മൾ ടൈം ബൗണ്ട് ആയിട്ട് കൂടെ വർക്ക് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ബിക്കോസ് ഞാനൊരു ക്വസ്റ്റ്യൻ തന്ന് നിങ്ങൾക്ക് ഒരു 2 minute ടൈം തരുന്ന ടൈമിൽ ആ ഒരു 2 minutes നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം. അതല്ലാതെ ഒരു 2 minute ക്വസ്റ്റിന് 10 minutes എടുക്കുക എന്നുള്ളത് അത്ര ഫെയർ അല്ല. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ അയക്കല് നിർത്തിക്കോളൂ കേട്ടോ. Okay, Anjuma has sent, I prefer work from office. Because use in the time നിങ്ങൾ comma ഇട്ടാ മതി. I prefer work from office, comma, because it make me more punctual. Okay. Joseph has sent, I prefer ഞാൻ ഇപ്പൊ പ്രിഫർ ചെയ്യുന്നതാണ് ചോദിച്ചത്. So I preferred അല്ല, I prefer work from home because we will get a lot of time for work and freedom. I prefer work from home because it is really convenient. Okay, it is അവിടെ easy miss out ആയിട്ടുണ്ട്. It is really convenient for me to sit in a comfortable in the spelling tettana, comfortable please, and also do my household chores. Okay, thank you for those replies. So coming to practical application exercises of this week, we have focused on reading to writing synthesis. അതായത് വായിച്ചിട്ട് അതിന്റെ സമ്മറി ഉണ്ടാക്കുക, കേട്ടിട്ട് അതിന്റെ സമ്മറി ഉണ്ടാക്കുക. And എനിക്ക് മനസ്സിലായിട്ടുള്ളത്, you all need to work more on it. സമ്മറി റൈറ്റിംഗിൽ നിങ്ങൾ എല്ലാവരും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്.
I am a bit disappointed because in spite of these many activities on the similar topic, നമ്മൾ ഈ ഒരു ഒറ്റ സമ്മറി റൈറ്റിംഗിൽ മാത്രം മേ ബി ഒരു 8 to 9 days എങ്ങാനും നമ്മളിത് പ്രാക്ടീസ് ചെയ്തതാണ്. സോ ഇതിന്ന് മേ ബി ഐ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾ ആരും അതിൽ ഒരു ആക്ടിവിറ്റി പോലും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഫ്രം ടുഡേ ഓൺവേർഡ്സ് പ്ലീസ് ഇതിൽ കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ചെയ്യാട്ടോ, കാരണം ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങളെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യും. റിവ്യൂ ഓഫ് കോമൺ എറേഴ്സ്. നമ്മൾ എന്തെങ്കിലും റെസ്പോൺസസ് ഒക്കെ കൊടുക്കുന്ന ടൈമിൽ ഒരുപാട് അനാവശ്യമായ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഓവർലോഡിങ് ഓഫ് ഇൻഫർമേഷന്റെ ആവശ്യം ഇല്ല. നെസസറി ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. നമ്മളൊരു ഇമെയിലിന്റെ സെൻഡ് ചെയ്യുന്ന ടൈമിലാവട്ടെ, ഒരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലാവട്ടെ, ഓൺലി ഇൻക്ലൂഡ് ദ നെസസറി ഡീറ്റെയിൽസ്. ഓക്കെ, ആൻഡ് ദെൻ അവോയ്ഡ് ഓവർ യൂസ് ഓഫ് ഇൻഫോർമൽ എക്സ്പ്രഷൻസ് ഇൻ ഫോർമൽ സെറ്റിംഗ്സ്. ഫോർമൽ സെറ്റിംഗ്സിൽ ഇൻഫോർമൽ എക്സ്പ്രഷൻസ് പരമാവധി ഒഴിവാക്കുക. Okay, so for further improvement in future, you need to practice summarizing key points concisely, avoiding filler words. അത് നമ്മുടെ സ്പീക്കിങ്ങിലാണ് വരുന്നത്. സ്പീക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേർഡ്സ് കിട്ടാണ്ടാവുന്ന ടൈമിൽ യു ക്യാൻ പോസ്, യു ക്യാൻ ടേക്ക് എ 30-second പോസ്. പക്ഷെ അതിന്റെ ഇടയിൽ നിങ്ങൾ വെറുതെ എന്നിങ്ങനെയുള്ളതിനെയാണ് കേട്ടോ ഈ ഫില്ലർ വേർഡ്സ്, ലൈക്ക്, വിച്ച് ഐ മീൻ അങ്ങനെ കുറെ ആവശ്യമില്ലാത്ത ഇടയിലുള്ള വാക്കുകളെ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ ടൈം വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് എ 30-second പോസ്, കുഴപ്പമില്ല. ബട്ട് അവോയ്ഡ് ഫില്ലർ വേർഡ്സ് ആൻഡ് പ്രയോറിറ്റൈസ് ഫോർമൽ ലാംഗ്വേജ്. സോ ഇഫ് you've got any doubt regarding this week's activities and content, please do ask. എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ please clear it right now. Any doubts? Also, please let me know all of your last week's weekly assignment score or weekly test score. Please put up your score in the chat box. നിങ്ങൾക്കത് എല്ലാവരും കാണാൻ താല്പര്യമില്ലെങ്കിൽ ആ ടു എവ്രി വൺ എന്നതിൻ്റെ അവിടെ ടു ഹംന എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ടു എവ്രി വൺ ആ ചാറ്റിന്റെ അവിടെ ടു എവ്രി വൺ മാറ്റിയിട്ട് എനിക്ക് മാത്രമായിട്ട് അയക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളോട് കോമൺ ആയിട്ട് ഇട്ടാൽ എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. Please let me know your weekly score. Ma'am, its recorded class will be available on app. I didn't get the continuous class. Yes, Akshaya, all the classes will be available in the app. Okay. Last week vare ulladu already, week 15 vare ulladu already Apple uploaded aanu ട്ടോ. What is weekly test, ma'am? I'm new here. I don't know much about any of these. Okay. നമ്മൾ ഓരോ വീക്കിലത്തെ ആക്ടിവിറ്റീസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീക്ക്ലി അസസ്മെന്റ് ഉണ്ട്. നിങ്ങളുടെ ആപ്പിൽ EP എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. പ്ലീസ് ഗോ റെഫർ ടു ഇറ്റ്. ഓക്കെ, നമ്മളുടെ ഈ ഒരു EP എന്ന് പറയുന്നത് ഡെയിലി ബേസിസിൽ ടാസ്കുകൾ ചെയ്ത് ആ ടാസ്കിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വീക്ക്ലി വൺസ് ലൈവ് സെഷൻ, ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് അത് ആപ്പിൽ ആക്സസ് ചെയ്യാൻ പറ്റണില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് കണക്ട് വിത്ത് യുവർ മെന്റേഴ്സ്. യുവർ മെന്റർ വിൽ ഗൈഡ് യു. ഓക്കെ. സോ ഐ തിങ്ക് വേറെ ഈ ഒരു വീക്കില് കോണ്ടന്റ് റിലേറ്റ് ചെയ്ത് ഡൗട്ട്സ് ഇല്ല എന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് വീക്ക് വി ആർ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ഫേസ്. നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് 150 പ്രോഗ്രാം 3 ഫേസ് ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഫൗണ്ടേഷൻ, ഒരു ഡെവലപ്മെന്റ് ആൻഡ് അഡ്വാൻസ്ഡ് ഫേസ് എന്ന രീതിയിൽ. സോ അടുത്ത ഫേസിൽ നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ്, അഡ്വാൻസ്ഡ് ലാംഗ്വേജ് സ്കിൽസ് ആണ്. സോ ഈ ഒരു ഫേസിൽ നമ്മൾ ഡെവലപ്മെന്റ് ഫേസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്കില്ലുകൾ നമ്മൾ തറവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു അഡ്വാൻസ് ലെവലിലേക്ക് പോകാൻ സാധിക്കില്ല. ബേസ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അഡ്വാൻസ് ലാംഗ്വേജ് സ്കിൽ എന്ന് പറയുന്നത് ഇസ് ദ ഇംപ്രവൈസേഷൻ ഓഫ് അവർ ബേസിക് സ്കിൽസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ തറോ ആവാത്തവര് കറന്റ് സ്കിൽസിനെ ഒന്നും കൂടെ മെച്ചപ്പെടുത്തുക. ആൻഡ് പ്ലീസ് ഇൻവോൾവ് ഇൻ കണ്ടിന്യൂസ് പ്രാക്ടീസ്. ഈ ഒരു വീക്ക്ലി ഉള്ള ഈ ഒരു വൺ ഡേ സെഷൻ മാത്രമൊന്നും നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യില്ല. ബിക്കോസ് വി ആർ സ്റ്റഡിങ് എ ന്യൂ ലാംഗ്വേജ്. ഒരു പുതിയ ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ ഇംഗ്ലീഷ് ശരിക്കും പഠിക്കണം. നിങ്ങളുടെ ലൈഫിൽ അത് ആവശ്യമുള്ളതാണ് എന്ന ഒരു സീരിയസ്നെസ്സിൽ പഠിക്കുന്നവര് ഡെയിലി പ്രാക്ടീസിൽ ഡെയിലി ഒരു 10 minutes മതി. ഓക്കെ, നിങ്ങളുടെ 24-hour ടൈമിന്റെ ഒരു 10 minutes ഇതിനു വേണ്ടി മാറ്റി വെക്കുക. ഓക്കെ, സോ യുൽ ഹാവ് ടു വർക്ക് ഓൺ യുവർ സ്കിൽസ് ലൈക്ക് പ്രസന്റേഷൻ സ്കിൽ, കോംപ്ലെക്സ് പ്രൊഫഷണൽ ഡിസ്കഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വിത്ത് അഡ്വാൻസ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങളൊന്ന് നല്ലോണം വർക്ക്ഔട്ട് ചെയ്യുക. യെസ്, the participants has gone down maybe because of your exams. So ഇത് തന്നെയാണ് എനിക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ളത്. ഇൻവോൾവ് ഇൻ കണ്ടിന്യൂഡ് പ്രാക്ടീസ്, അതുപോലെ സെറ്റ് ഗോൾസ് ഫോർ യുവർ കണ്ടിന്യൂസ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് വീക്ക് ആവുമ്പോഴേക്കും ഈ ഒരു പോർഷൻ ക്ലിയർ ആക്കണം.
ഈ ഒരു മന്ത് ആകുമ്പോഴേക്കും ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യണം എന്ന് നിങ്ങൾ തന്നെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. കാരണം നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്ന ലെവല് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് എനിക്കൊരു ഗോള് സെറ്റ് ചെയ്ത് തരിക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിരിക്കില്ല. ഞാൻ സെറ്റ് ചെയ്യുന്ന ഗോള് ചിലപ്പോൾ ഇതിൽ ഓൾറെഡി കുറച്ച് പേര് അച്ചീവ് ചെയ്തതായിരിക്കാം, ചിലപ്പോൾ കുറച്ച് പേർക്ക് അത് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം. സോ നിങ്ങളാണ് നിങ്ങളുടെ ലെവലിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾക്കാർ. സോ സ്റ്റാർട്ട് സെറ്റിംഗ് ഗോൾസ്. ഓക്കെ, and ആ ഗോൾ അച്ചീവ് ചെയ്ത് പഠിക്കാൻ നോക്കുക, and it is going to be effective. Okay, with that, I am winding up. Thank you all for participating. See you all next week. And it is a humble request. Please do your daily activities. Daily activities ചെയ്യാതെ ഈ weekly session attend ചെയ്യുന്നതിൽ നിന്ന് you are not really going to gain much. Okay, so please involve in daily practice, and please don't forget to complete your weekly quiz. വീക്ക്ലി ക്വിസിന്റെ മാർക്ക് ചോദിച്ചതിൽ ഒരാൾ പോലും റിപ്ലൈ തന്നിട്ടില്ല. ഫ്രം ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത് ഞാൻ മനസ്സിലാക്കുന്ന എന്താണ്, ഇവിടെ ആരും അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ യു ഓൾ നീഡ് ടു ടേക്ക് EEP സെഷൻസ് ലിറ്റിൽ മോർ സീരിയസ് ഇഫ് യു റിയലി വോണ്ട് എൻ ഇംപ്രൂവ്മെന്റ്. വെറുതെ വരുന്നു, കാണുന്നു, പോകുന്നു എന്നാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഡെയിലി വിൽ വർക്ക് വിൽ ഡൺ ഇൻ ബുക്ക് ഓർ അസൈൻമെന്റ് പേപ്പർ. യു ക്യാൻ കീപ് എ റഫ് ബുക്ക് ഫോർ ദിസ്. ഓക്കെ, നിങ്ങളൊരു ബുക്കിൽ ചെയ്താൽ മതി. അത് നിങ്ങൾ എവിടെയും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് തന്നെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അതിന്റെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ ആ ഡെയിലി PDF അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, if you don't have any doubts, you may all leave. Thank you. See you all next week.